അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഈ ആയത്ത് നിങ്ങൾ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും പോഴ്ചകളെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾക്കറിയാം. എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. അതായത്, രാവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ്. എന്നാൽ ഒരു വർഷത്തിൽ പകലുകളുടെ കൂട്ടത്തിൽ പകലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകല് അത് അറഫ ദിനത്തിൻ്റെ പകലാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനേക്കാൾ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു പകൽ ഇല്ല. ഒരു വർഷത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പകലാണ് ഈ അറഫ ദിനത്തിൻ്റെ പകൽ. ആ പകലിലാണ് നാം എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത്. മാത്രമല്ല, ഇന്ന് ദുആക്ക് ഇജാബത്തുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ അറഫ ദിവസത്തിൻ്റെ അന്ന് നിങ്ങൾ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ആയത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ദുആക്ക് ഇജാബത്ത്. കാരണം ഇന്ന് ദുആക്ക് ഇജാബത്ത് ഇരട്ടിയാണ്, ഇനി ഇരട്ടി മധുരമാണ്. കാരണം ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തിൽ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ വെള്ളിയാഴ്ചയും, അതായത് ദുആക്ക് ഇജാബത്തുള്ള ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിവസമായ വെള്ളിയാഴ്ച ദിവസവും പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ പോലിശയാക്കപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള ദുആ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ അറഫ ദിനവുമാണ്. ഇത് രണ്ടും ഒന്നിച്ചാണ് ഈ 2025 നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും ഈ ദിവസം പാഴാക്കരുത്. ഇനി ഇത്തരത്തിലുള്ള ദിവസങ്ങൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതായത് വെള്ളിയാഴ്ച ദിവസവും അറഫ ദിവസവും ഒരു ദിവസം വരുന്ന ദിവസങ്ങൾ നമ്മുടെ ആയുസ്സിൽ വരുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഇന്നത്തെ ദിവസം നിങ്ങൾ പാഴാക്കരുത്, നഷ്ടപ്പെടുത്തരുത്. ഹറാമിലേക്ക് നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തിയും ഒന്നും പോകാതെ നിങ്ങൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇബാദത്തുകൾ ധാരാളം ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ അറഫ ദിനത്തിൻ്റെ എല്ലാ ഖൈറാത്തുകളും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ അറഫ ദിവസത്തിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞത് അത് നോമ്പെടുക്കുക എന്നത് തന്നെയാണ്. ഇന്ന് എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെടുത്ത നോമ്പിനെ സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യട്ടെ. ആമീൻ. സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നോമ്പ് അത് അറഫ ദിവസത്തിലെ നോമ്പാണ്. അതായത് ഇന്നത്തെ ഈ നോമ്പാണ്. ഈ നോമ്പിനെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അറഫ ദിനത്തിൽ നോമ്പെടുത്തവർക്ക് 2 വർഷത്തെ പാപം അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, നാമൊക്കെ എത്ര തെറ്റുകളാണ് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആരും അറിയാതെ ഒറ്റയ്ക്കൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ അതൊക്കെയും നമുക്ക് എല്ലാ വർഷത്തിലെയും ഇത്തരത്തിലുള്ള അറഫ ദിവസം നമ്മൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ നോമ്പൊക്കെ നോൽക്കാതെ പോകുന്നവർക്ക് വലിയ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറഫ ദിനം നോമ്പ് നോൽക്കുന്നവർക്ക് കഴിഞ്ഞ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്. അപ്പോൾ വരാനിരിക്കുന്ന വർഷത്തെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത വർഷവും ആയുസ്സുണ്ട് എന്നാണ് അർത്ഥം. അറഫ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തെ ആയുസ് വർദ്ധിക്കുന്നതാണ്. അതുപോലെ പലർക്കുമുള്ളൊരു സംശയമാണ്, അറഫ ദിനത്തിൻ്റെ അന്ന് ഏത് ദിക്റാണ് ധാരാളം ചൊല്ലേണ്ടത്, ഏത് ദിക്റാണ് അധികരിപ്പിക്കേണ്ടത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ
പരിശുദ്ധ ഖുർആനാണ് ധാരാളം ഓതേണ്ടത്. ധാരാളം പരിശുദ്ധ ഖുർആൻ നമ്മൾ ആ ദിവസം ഓതണം. പരിശുദ്ധ ഖുർആൻ മെൻസസ്സുള്ള സ്ത്രീകൾക്ക്, അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ഓതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദിക്റിനെ അധികരിപ്പിക്കുക. ദിക്ർ എല്ലാവരും അധികരിപ്പിക്കണം. ദിക്ർ നിർബന്ധമായിട്ടും അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ സ്വലാത്തിനെ അധികരിപ്പിക്കണം. ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം. നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അധികരിപ്പിക്കണം. എല്ലാ തെറ്റിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കാനുള്ള, തെറ്റിലേക്ക് പോകുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നും പ്രത്യേകം വിട്ടു നിൽക്കണം. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അറഫാ ദിനത്തിൻ്റെ അന്ന് ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണമെന്ന്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് പരിശുദ്ധമായ അറഫാ ദിവസത്തിൻ്റെ അന്നുള്ള ദുആയാണ്. അന്ന് നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടോ, ആ ദുആക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇജാബത്ത് ഏറ്റവും കൂടുതൽ നൽകുന്നത്, വലിയ ശ്രേഷ്ഠത നൽകുന്നത്. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുകയല്ല. ഇത് നമ്മുടെ നബി അള്ളാഹുവിൻ്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് പലർക്കും ഉള്ളത്, എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉള്ളത്, എന്തെല്ലാം ബുദ്ധിമുട്ടിലാണ് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത്. ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, എന്നും പ്രയാസമാണ്, ബറക്കത്തില്ല, വലിയ ഊരാകുടുക്കിൽ പെട്ടിരിക്കുകയാണ്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ്, വിവാഹം ശരിയാകുന്നില്ല, മക്കളുണ്ടായിട്ടില്ല, സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് ഭൂമിയില്ല, ജോലിയില്ല, സമ്പത്തില്ല, കടത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മുറാദുകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. നിങ്ങളുടെ എന്ത് ആവശ്യമായിക്കോട്ടെ, എന്ത് പ്രയാസമായിക്കോട്ടെ, അതൊക്കെയും നിങ്ങൾ ഇന്ന് അള്ളാഹുവിനോട് പ്രത്യേകം പറയേണ്ട ഒരു ദിവസമാണ്, ഒരു സമയമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് അവൻ്റെ അടിമകൾ ഇന്നത്തെ ഈ ദിവസം എന്തെല്ലാം അവനോട് ചോദിക്കുന്നുവോ അതൊക്കെയും അവനിക്ക് കേൾക്കാനും അതിനുള്ള ഉത്തരം നൽകാനും, എന്താണോ ചോദിക്കുന്നത് അത് ഉടനടി നൽകാനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം എന്ന് പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. പലരും ചോദിക്കുന്നൊരു വിഷയമാണ് അറഫാ ദിവസത്തിൻ്റെ അന്ന് ഏത് ദിക്റാണ് അധികരിപ്പിക്കേണ്ടത് എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്റാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫാ ദിവസത്തിൻ്റെ അന്ന് ധാരാളം ചൊല്ലാൻ വേണ്ടി ഉണർത്തിയിട്ടുള്ളത്. അറഫാ ദിവസത്തിൻ്റെ അന്ന് എന്നല്ല, എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ദിക്ർ ധാരാളം ചൊല്ലണം. കാരണം ഇതാണ് മുത്തുനബിയും മുത്തുനബിയുടെ മുമ്പുള്ള പ്രവാചകന്മാരും ചൊല്ലിയതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള വചനം. ഈ ഒരു ദിക്ർ നിങ്ങൾ ഈ പരിശുദ്ധമായ അറഫാ ദിവസം ഇന്ന് നിങ്ങൾ ധാരാളം കഴിയുന്നതും എത്രയാണോ അത്രത്തോളം നിങ്ങൾ ചൊല്ലിക്കൊള്ളൂ. അത്രത്തോളം നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണിത്. മാത്രമല്ല ഞാൻ വീണ്ടും ഉണർത്തുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾ ധാരാളം ഇബാദത്തെടുക്കുന്നത് ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഇബാദത്തെടുക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം, ഏറ്റവും ഇഷ്ടമുള്ള സമയം അത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിൽ നമ്മൾ എടുക്കുന്ന ഇബാദത്തിനാണ്. അല്ലാതെ റമദാൻ മാസത്തിലോ റജബ് മാസത്തിലോ മറ്റു മാസങ്ങളിലോ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും നമ്മൾ ഈ ഒരു 10 ദിവസങ്ങളിൽ ചെയ്യുന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലും തഹ്മീദും തക്ബീറും അധികരിപ്പിക്കണമെന്നാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ നിങ്ങൾ ധാരാളം ചൊല്ലണം. ഈ അറഫാ ദിവസത്തിൻ്റെ അന്ന് 1 മുതൽ 10 വരെ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഈ ദിക്ർ നമ്മൾ ചൊല്ലണം. എന്നാൽ പ്രധാനമായിട്ടും ഈ അറഫാ ദിവസത്തിൽ നമ്മൾ ധാരാളം ഈ ദിക്റിനെ അധികരിപ്പിക്കണം. അതുപോലെ ധാരാളം സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ ഇന്ന് അറഫാ ദിവസം എല്ലാവരും നോമ്പുകാരാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നോമ്പ് നോറ്റ് നല്ല സംശുദ്ധമായ മനസ്സോടുകൂടി ഈ ദിക്റുകളും പരിശുദ്ധ ഖുർആനും ദിക്റുകളും സ്വലാത്തുകളും എല്ലാം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരു പകലാണ് ഈ അറഫാ ദിവസത്തിൻ്റെ പകൽ. നമ്മുടെ ദുന്യവിയായ കാര്യങ്ങൾക്കും ഉഖ്റവിയായ കാര്യങ്ങൾക്കും, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, കുടുംബത്തിന്, അതുപോലെ ലോക മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്ക് മരണം നന്നാകാൻ, ആഖിബത്ത് നന്നാകാൻ നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ദുആനെ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കണം ഈ ദിവസങ്ങളിൽ. കാരണം നമ്മൾ ഈ ദിവസത്തിൽ നമ്മൾ നന്മകൾ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ പ്രതിഫലമാണ് നൽകുന്നത്. മറ്റ് ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം നമുക്ക് നൽകും. എന്നാൽ ആ ദിവസങ്ങളിൽ നമ്മൾ തെറ്റുകൾ ചെയ്താലോ അതേപോലെ നമുക്ക് വലിയ ശിക്ഷയായിരിക്കും ലഭിക്കുക. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫാ ദിവസത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. അറഫാ ദിവസത്തിൽ ആരെങ്കിലും ഒരാൾ അവൻ്റെ കണ്ണിനെയും അവൻ്റെ നാക്കിനെയും അവൻ്റെ കാതിനെയും ഹറാമിൽ നിന്നും സൂക്ഷിച്ചു കഴിഞ്ഞാൽ, എല്ലാ തെറ്റിൽ നിന്നും അവൻ്റെ ശരീരാവയവത്തെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് തെറ്റിൽ നിന്ന് പരമാവധി എന്നല്ല, നിർബന്ധമായിട്ടും നിങ്ങൾ ഇന്നത്തെ ദിവസം മാറി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ, നിർബന്ധമായിട്ടും ഈ അറഫാ ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ, അതായത് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകാൻ, സ്വാലിഹായ ഭാര്യ കിട്ടാൻ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാക്കാൻ, സ്വന്തമായിട്ട് വീട് ഉണ്ടാകാൻ, ജോലി ഉണ്ടാകാൻ, സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കാൻ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളുണ്ടോ, ഉദ്ദേശങ്ങളുണ്ടോ, അതൊക്കെയും നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിയെടുക്കാൻ ഈ അറഫാ ദിവസത്തിൽ നമ്മൾ ഓതേണ്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത്, വലിയ ശ്രേഷ്ഠതയേറിയ ഒരു ആയത്താണിത്. അതായത് ആയത്തുൽ കുർസി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ആയത്താണിത്. ഈ ആയത്ത് നമ്മുടെ ജീവിതം തന്നെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ ആയത്ത് സഹായിക്കും. നിത്യവും ഈ ആയത്ത് ഓതുന്നവർക്ക് ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല. എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്ത് മുസീബത്തുകളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കാത്തു രക്ഷിക്കും. മാത്രമല്ല നമ്മുടെ എന്ത് തന്നെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് ഈ ആയത്ത് ഓതുന്നതിലൂടെ എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റിത്തരും. മാത്രമല്ല ഈ ആയത്ത് നിത്യവും ഓതുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നൽകും. അതുപോലെ മലക്കുകളുടെ പൂർണ്ണ സംരക്ഷണം അവനക്ക് എപ്പോഴും ഉണ്ടാകും. മാത്രമല്ല ഈ ആയത്ത് ദിവസവും ഓതുന്ന ആളുകളുടെ അടുത്തേക്ക് ശൈത്താൻ അടിക്കില്ല. ശൈത്താന് വലിയ പേടിയായിരിക്കും. അതുപോലെ സിഹിർ ചെയ്യുന്ന ആളുകൾ നമ്മുടെ അടുത്തേക്ക് അടിക്കില്ല. അവർക്ക് നമ്മെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് സിഹിർ ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല നാം എല്ലാവരും ആഗ്രഹിക്കുന്ന, ഏതൊരു മനുഷ്യനും ദുനിയാവിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് സാമ്പത്തിക അഭിവൃദ്ധി, ദാരിദ്ര്യം ഇല്ലാതിരിക്കുക. എന്നാൽ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. അവർക്ക് നല്ല സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും. മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ആരിൽ നിന്നെങ്കിലും നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ട്, അത് ബിസിനസ് ആണെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ, ഒരു വാഹനം എടുക്കാൻ പോവുകയാണെങ്കിലൊക്കെ നിങ്ങൾ ഈ ആയത്തിൽ കുറിച്ച് ഒരു വട്ടം ഓതിയെങ്കിലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചാൽ
ആ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് നിറവേറ്റി തരും, സാധിച്ചു തരും. എക്സാമിനൊക്കെ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ നിർബന്ധമായിട്ടും ആയത്തെക്കുറിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഓതിക്കൊണ്ട് പോവുക. എന്നാൽ നിങ്ങൾക്ക് ആ എക്സാം എളുപ്പമാകും. നിങ്ങൾക്ക് എക്സാമിൽ പേടിയുണ്ടാകില്ല. പഠിച്ച കാര്യങ്ങളൊന്നും മറക്കില്ല. പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വരും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ആയത്താണ് ഈ ആയത്തുൽ കുർസി. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്തതായി കാണാം. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു തരുമോ നബിയെ എന്ന് ഒരു മനുഷ്യൻ മുത്തുനബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, നീ ആയത്തുൽ കുർസി നിത്യവും പതിവാക്കുക. അത് നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം നൽകാനുള്ള കഴിവ് ഈ ആയത്തുൽ കുർസിക്ക് കഴിയുമെന്ന്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എത്ര വലിയ ഹലാലായ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് നേടിയെടുക്കാൻ, നിറവേറ്റിയെടുക്കാൻ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി, നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ 313 വട്ടം ഈ ആയത്തുൽ കുർസി ഇന്ന് ഈ പരിശുദ്ധമായ അറഫ ദിനം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ ദുആ സ്വീകരിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറ്റി തരുകയും ചെയ്യും. കാരണം ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ പവറാണ്. അതുപോലെ ആയത്തുൽ കുർസിയുടെ പവറാണ്. നിങ്ങൾക്കെന്തെങ്കിലും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഈ പരിശുദ്ധമായ അറഫ ദിവസം നിങ്ങൾ ഈ ആയത്ത് നിങ്ങൾ 313 പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇന്ന് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്കതിന് ഫലം കിട്ടും. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. അള്ളാഹുവേ, ഈ പരിശുദ്ധമായ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ അറഫ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ എളുപ്പത്തിൽ നിറവേറ്റിത്തരണേ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെയും ഞങ്ങളെയും നിൻ്റെ സ്വർഗ അവകാശികളാക്കണേ റബ്ബേ. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ ത്വഅത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് തന്ന് ദുന്യവിയായിട്ടും ഉഖ്റവിയായിട്ടുമുള്ള എല്ലാ ഖൈറാത്തുകളും നൽകി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അള്ളാഹുവേ, നിൻ്റെ പരിശുദ്ധമായ സ്വർഗം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാ. നരകത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാവൽ നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.